ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉണ്ണിമുകുന്ദൻ്റെ ഒരു പുതിയ ഇഷ്യൂവിനെ കുറിച്ചിട്ടാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പറയാനുള്ളത്, സോ ആസ് ഓഫ് നൗ നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ന്യൂസ് ചാനലിലൊക്കെ നമുക്ക് ഒരു വൺ സൈഡ് ഇൻഫർമേഷൻ മാത്രമാണ് അവൈലബിൾ. അതായത് അദ്ദേഹത്തിൻ്റെ മാനേജറായ വിവിൻ്റെ കംപ്ലൈൻറ്റും അദ്ദേഹം മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന എന്താ പറയുക ആ ഒരു വീഡിയോ ക്ലിപ്പും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഇതുവരെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നുള്ളത്. സോ എക്സാക്ട്ലി ഇതിൻ്റെ എന്താ പറയുക മറ്റൊരു ഭാഗം, അതായത് ഉണ്ണിമുകുന്ദൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ യാതൊരു ഒരു റെസ്പോൺസും മറ്റു കാര്യങ്ങളോ ഈ ഒരു ഇഷ്യൂവിൽ നമുക്ക് അറിയില്ല. സോ നമ്മൾ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്ന ഇതുവരെ നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. കാരണം നമുക്കറിയില്ല, നമ്മൾ ഇത്തരം കംപ്ലയിൻസുകൾ നമ്മൾ ഒരുപാട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരം കംപ്ലയിൻറ്റുകൾ മീൻസ് ആക്ടേഴ്സ് റിലേറ്റഡ് ആയിട്ടല്ല, പല ഫേക്ക് കംപ്ലയിൻസും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ നമ്മൾ കാണാറുണ്ട്. സോ നമുക്ക് ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഇതുവരെ നമുക്ക് അവൈലബിൾ ആയ ഇൻഫോർമേഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. എന്തായാലും ഞാൻ ആദ്യം ഒരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യുക. അതായത് വിപിൻ പറഞ്ഞ വ്യക്തി മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു ക്ലിപ്പ് ഞാൻ ആദ്യം ഇവിടെ പ്ലേ ചെയ്യാം. ഞാൻ 6 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ കുറേ ടീസിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ എന്ന് അയക്കൽ. ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറേ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയുടെ പടങ്ങൾ മാർക്കോയ്ക്ക് ശേഷം പിന്നെ ഒരു പടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. എക്സൽക്ക് പരാജയപ്പെട്ടു, പുതിയ പടങ്ങൾ കിട്ടുന്നില്ല. പിന്നെ പുള്ളി സംവിധാനം ചെയ്യാനിരുന്ന പടം ഗൂഗിൾ മൂവീസ് ചെയ്യുമെന്ന് പറഞ്ഞു, അവർ പിന്മാറി. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ പുള്ളി കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത്. ഇവിടെ കൂടെ ഉണ്ടായിരുന്ന ആരെയൊന്നും കൂടിയില്ല. അതല്ല ഇപ്പം എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ, അതിനൊരു പരിധിയുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ റീസെൻ്റായിട്ട് പറഞ്ഞാൽ ഇപ്പം നരിവട്ടം എന്നൊരു പടം ഇറങ്ങി. ഞാനൊരു പ്രൊമോഷൻ കൺസൾട്ടൻ്റാണ്. ഞാൻ ഒരുപാട് സിനിമയ്ക്ക് ചെയ്യുന്നത്. 18 വർഷമായിട്ട് ഇൻഡസ്ട്രിയുള്ളതാണ്. ഞാൻ മറ്റു പടങ്ങൾക്കും മറ്റു താരങ്ങളുടെയൊക്കെ PR ചെയ്യുന്നതാണ്. അപ്പം ഈ അടുത്ത് നരിവട്ടം എന്നൊരു പടം ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ പ്രശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അത് കണ്ടപ്പോഴും എനിക്കത് പിടിച്ചില്ല. പുള്ളി എന്നെ രാത്രി വിളിച്ചു പറഞ്ഞു, ഈ മാനേജർ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു. അത് ഓക്കെ പറഞ്ഞു. ഈ പോസ്റ്റ് ഇട്ടതുകൊണ്ട് മാത്രമാണ് ആദ്യം ഫോണിലാണ് വിളിച്ചതൊക്കെ ഉണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് ഇൻഡസ്ട്രിയിൽ, നമുക്ക് പറയാൻ പറ്റായിട്ടുള്ള ഒരുപാട് അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറയാം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ ആദ്യം ഫോണിലാണ് വിളിച്ചത്. അതെ, ഫോണിൽ വിളിച്ചിട്ടാണ്. നേരിട്ട് കാണുമായിരുന്നു. അതെ അതോട് വരുമ്പോഴേ ഇന്നലെയാണോ ഇന്നാണോ സിനിമയുടെ പോസ്റ്റ് അത് നല്ല സിനിമയാണെന്നത് ഇതിന്റെ അതെ എന്റെ ഇൻസ്റ്റാഗ്രാമിലാണ് ഇട്ടത്. ഞാൻ വർക്ക് ചെയ്യുന്നത്, ഞാൻ ആ പടത്തിൽ വർക്ക് ചെയ്യുന്നത്. ഉണ്ണിയുടെ മാനേജറായ സമയത്ത് തന്നെ നിങ്ങളൊരു കൺസൾട്ടന്റ് ആണല്ലോ, PR കൺസൾട്ടന്റ് ആണല്ലോ. ഞാൻ PR കൺസൾട്ടന്റ്, ഞാൻ ഒരുപാട് സിനിമയ്ക്ക് വർക്ക് അറിയുന്നല്ലേ, പിന്നെ പെട്ടെന്ന് അങ്ങനെ ഒരു ആവശ്യം. ഞാൻ പറഞ്ഞു ഇതെടുത്ത് പുള്ളിക്ക് പടങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അത് പുള്ളിയുടെ ഉള്ള പ്രശ്നമാണ്. സോ ഗൈസ്, നിങ്ങളിപ്പോൾ ആ ക്ലിപ്പ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഇതുവരെയുള്ള നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻസ് ഒക്കെ, അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ന്യൂസിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ വെച്ച് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെച്ചാൽ, നരിവേട്ട എന്ന ഒരു മൂവിയാണ് ഇവിടെ ഇപ്പോൾ ഒരു സംസാര വിഷയമായി മാറിയിരിക്കുന്നത്. അല്ലെങ്കിൽ ടോവിനോ തോമസിനെ സപ്പോർട്ട് ചെയ്ത് വിപിൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ച കുറച്ച് വാക്കുകൾ, അങ്ങനെയാണ് ആ ഒരു എന്താ പറയുക കംപ്ലയിൻറ്റ് ലെറ്ററിൽ എഴുതി കൊടുത്തിട്ടുള്ളത്. അതായത് ടോവിനോയുടെ നരിവേട്ട മൂവി കണ്ടതിന് ശേഷം ഇദ്ദേഹം ആ ഒരു മൂവിയിലും വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ആ ഒരു എന്താ പറയുക മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നരിവേട്ട എന്ന ആ ഒരു മൂവി അത് കണ്ടതിന് ശേഷം എന്താ പറയുക അതിലെ ഓരോ ആക്ടേഴ്സിനും ഡയറക്ടറിനൊക്കെ തന്നെ പ്രശംസിച്ചുകൊണ്ട് ഒരു വലിയ ഒരു പോസ്റ്റ് തന്നെയാണ് അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്തിരുന്നത്. സോ അതിന് ശേഷമാണ് ഇത്രയും വലിയൊരു പ്രകോപനം ആക്ടറായ ഉണ്ണിമുകുന്ദൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നാണ് പറയുന്നത്. സോ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്ന രീതിയിൽ കുറച്ച് കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് മാർക്കോ എന്ന വൻ വിജയം ഉണ്ടാക്കിയ ആ ഒരു മൂവിക്ക് ശേഷം അദ്ദേഹത്തിന് റിലീസ് ചെയ്ത ആ മറ്റൊരു മൂവി വളരെ പരാജയമായിരുന്നു ബോക്സ് ഓഫീസിൽ എന്നും, അതിനുശേഷം അദ്ദേഹം സൈൻ ചെയ്തിരുന്ന പല മൂവികളും ഡ്രോപ്പായെന്നും, അതുപോലെ തന്നെ ഗോകുലം സാറിൻ്റെ ബാനറിൽ അദ്ദേഹം ചെയ്യാനിരുന്ന മൂവി ഡ്രോപ്പായെന്നും, അദ്ദേഹത്തിന് പകരം വേറൊരു വ്യക്തി ഗോകുലം സാറിൻ്റെ ബാനറിൽ മൂവി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ആണ് അദ്ദേഹത്തിന് ഇത്തരം ഒരു കാര്യത്തിലേക്ക് കൊണ്ടുപോയത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ കംപ്ലൈൻറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഇത് നമുക്ക് എന്താ പറയുക ഉണ്ണിമുകുന്ദൻ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഇഷ്യൂസ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ട്. കാരണം എന്താ പറയുക അദ്ദേഹം കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആണെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ചില വീഡിയോസും നമുക്ക് ഓൺലൈനിൽ കൂടെ
എന്താ നമ്മൾ കാണുന്ന ചില വീഡിയോസിലൊക്കെ നമുക്ക് അറിയാൻ സാധിക്കാം. പക്ഷേ കാരണം അദ്ദേഹത്തിനെതിരെ ഇതിനു മുമ്പ് ഒരു എന്താ പറയുക നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് മാളികപ്പുറം ആ സിനിമ സമയത്ത് വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിനെതിരെ ഒരു ലേഡി ഒരു കേസ് കൊടുത്തിരുന്നു. പിന്നെ അത് ആ രീതി അങ്ങനെ തേച്ച് മാഞ്ഞു പോയി. അദ്ദേഹം അത് എന്താ പറയുക ഇതായിപ്പോയി. പിന്നെ നമ്മൾ റീസെൻ്റ്ലി നമ്മൾ എന്താ പറയുക ഓൺലൈൻ മീഡിയാസിനെതിരെ മീൻസ് അത് നമുക്ക് അദ്ദേഹത്തിന് കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം അത്ര ക്ലോസ് റേഞ്ചിൽ വീഡിയോ എടുത്തുകൊണ്ട് വരുന്ന ഒരുത്തൻ്റെ മൊബൈൽ എടുത്തുകൊണ്ട് അദ്ദേഹം പോയി. സോ അദ്ദേഹം കുറച്ച് ഷോർട്ട് ടെമ്പറാണെന്ന് അറിയാം. പക്ഷേ ഈ കംപ്ലൈൻറ്റിൽ പറഞ്ഞതൊക്കെ അതേ രീതിയിൽ സത്യമാണെന്നൊന്നും നമുക്ക് ഇപ്പോഴത്തെ സ്റ്റേജിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഒരുപാട് ഫേക്ക് കംപ്ലയിൻസ് പല കാര്യങ്ങളും ഇപ്പോൾ ഈ മാനേജർ പറഞ്ഞതൊക്കെ അതുപോലെ നമുക്ക് വിശ്വസിക്കാനും സാധിക്കില്ല. കാരണം ഇതിനൊരു മറുവശവും ഇതുവരെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. കാരണം ഒരാൾ പറഞ്ഞത് കേട്ട് മാത്രം നമുക്ക് ഒരിക്കലും ഒരു വിഷയത്തിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല. സോ ആസ് ഓഫ് നൗ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ തോൽവികളും അല്ലെങ്കിൽ മറ്റു ആക്ടേഴ്സിൻ്റെ വളർച്ചകളും ഇതൊക്കെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് മത്സരമായി കാണുന്ന വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ മാനേജർ പുകഴ്ത്തി സംസാരിച്ചതിന് കൊണ്ടാണ് യാതൊരു പ്രലോഭനവും ഇല്ലാതെയാണ് ഇത്തരം ഒരു എന്താ പറയുക സംഭവം നടന്നത് എന്നൊക്കെയാണ്. അദ്ദേഹത്തിനെ ഫോം വിളിച്ച് എന്താ പറയുക പാർക്കിംഗ് ലോട്ടിൽ വിളിച്ചു വന്ന് അവിടെ വെച്ച് യാതൊരു പ്രലോഭനവും ഇല്ലാതെ അദ്ദേഹത്തിനെ ഉണ്ണിമുകുന്ദൻ ആക്രമിക്കുകയായിരുന്നു എന്നൊക്കെയാണ് ആ കംപ്ലയിൻറ്റിൽ പറയുന്നത്. സോ തീർച്ചയായും ഇതിൽ ആ ഒരു ആക്ടർ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ഇത് വളരെ ഒരു എന്താ പറയുക ഒരു സീരിയസ് ആയ ഒരു ന്യൂസായിട്ട് തന്നെ ആയിരിക്കും മാധ്യമങ്ങളും പോലീസും ഒക്കെ തന്നെ ഏറ്റെടുക്കുക. എന്തായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് തന്നെ നമുക്ക് ഉണ്ണിമുകുന്ദൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു എക്സ്പ്ലനേഷൻ മാധ്യമങ്ങളോട് മറ്റും പറയുന്നതും ആയിരിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കും. കാരണം അദ്ദേഹം ഇതിന് മുമ്പും പല ഇഷ്യൂസിലും വന്ന് സംസാരിച്ചിട്ടുണ്ട്. സോ എന്തായാലും ഇതിൻ്റെ മറുഭാഗം, കാരണം ഒരു ഭാഗം നമ്മൾ കേട്ടു ഇതുകൊണ്ടാണ് നരിവേട്ട മൂവിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തോൽവി അല്ലെങ്കിൽ അദ്ദേഹം വളരെ ഒരു മോശമായ ഒരു ഫേസിലൂടെ പോവുകയാണ്. സോ അങ്ങനെ ഒരുപാട് റീസൺസ് അദ്ദേഹം പറയുന്നത് ഇതൊന്നും അല്ലാതെ വേറെയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. അത് വരും ദിവസങ്ങളിൽ ഞാൻ സംസാരിക്കും. ഇപ്പോൾ ഞാൻ കുറച്ച് ടയർഡാണ്, രാവിലെ മുതൽ തന്നെ ഇതിൻ്റെ പിന്നാലെയാണ് എന്നൊക്കെ അദ്ദേഹം ആ ഒരു വീഡിയോ ക്ലിപ്പിൽ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയ തീർച്ചയായും ഏറ്റെടുക്കുമെന്നറിയാം. എസ്പെഷ്യലി ചിലർ ഇത് വലിയ രീതിയിൽ ഏറ്റെടുക്കും, നമുക്ക് അറിയാം. എന്തായാലും ഉണ്ണിമുകുന്ദൻ്റെ ഭാഗത്തുനിന്ന് എന്തായിരിക്കും റെസ്പോൺസ് നമുക്ക് കാത്തിരിക്കാം. ഒരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഉണ്ണിമുകുന്ദൻ ആക്ടർ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറയണം. താങ്ക് യു.